ഗാസ മുനമ്പിൽ ഇസ്രായേൽ തുടരുന്ന നരകത്തിയിൽ ഇന്നലെ മാത്രം 92 പേർ കൊല്ലപ്പെട്ടതോടെ 21 മാസങ്ങൾക്കിടെ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം 58,000 കവിഞ്ഞു. ഇതിൽ 10,000-ലേറെ കുഞ്ഞുങ്ങളാണെന്നത് മാനുഷിക ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. കൂട്ടക്കൊലകൾ തുടരുമ്പോഴും ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പ്രതീക്ഷയർപ്പിച്ച് അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സ്വന്തം മന്ത്രിസഭയിൽ നിന്നു തന്നെ കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്നതാണ് നിലവിലെ പ്രതിസന്ധി. തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെൻഗീറും സ്ട്രോട്ടിച്ചും വെടിനിർത്തൽ കരാറുമായി മുന്നോട്ടു പോയാൽ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. സ്വന്തം സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഈ ഭീഷണി ഗസയിലെ സാധാരണക്കാരുടെ ജീവിതം ഒരു പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ദോഹയിലെ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ വൈകില്ലെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു.